നമസ്കാരം. നമസ്കാരം. എന്നെ ആരാ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, മനസ്സിലായില്ല. ഞാനൊരു പേര് കേട്ട ഷെഫാണ്, ഷെഫ് സെബാസ്റ്റ്യൻ. ഈ പേര് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിങ്ങളെങ്ങനെ കേൾക്കണേ? ഞാൻ അതിന് ഇവിടെ അല്ലല്ലോ ഷെഫ്. ഇവിടെ അല്ലേ? പിന്നെ എവിടെ? ഞാൻ നിങ്ങൾ ഗൾഫിലല്ലേ? ഓ, ഗൾഫിൽ നിന്ന് വരാണ്. ആ ഗൾഫിലെ ഷെഫാണ് ഞാൻ. ഇവിടുത്തെ ഷെഫല്ലേ ഞാൻ. ഗൾഫിലെ നിങ്ങൾ എവിടെയായിരുന്നു? ഷെറാട്ടൺ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഷെറാട്ടൺ ഹോട്ടൽ. അവിടുത്തെ ഷെഫാ, മെയിൻ ഷെഫായിരുന്നു ഞാൻ. ഓ, അത് ഭയങ്കര ഹോട്ടൽ. അവിടുത്തെ ഷെഫ് ഒന്നും ആയിരിക്കില്ല, ചുമ്മാ തള്ളുന്നു. തള്ളോ? തള്ളി മറിച്ച് ഇപ്പൊ ഹോട്ടലിൽ താഴെ ഇടരുത്. ഇത് കണ്ട? അത് കണ്ടു. ഫോൺ. ഈ ഫോണിന് എന്നെ വില വരും അറിയാം? ഇല്ല. 1 ലക്ഷം രൂപയെങ്കിലും വരും. 1 ലക്ഷം രൂപയോ? ഈ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് ഈ ഫോൺ മേടിക്കാനുള്ള കഴിവുണ്ടോ? അതില്ല. ഇതേ അവിടുത്തെ മാനേജറുടെ ഫോണാ. ഓ, അടിച്ചു മാറ്റിയതാണല്ലേ? അല്ലേ, ഇതെങ്ങനെ മനസ്സിലായി? അടിച്ചു മാറ്റിയതല്ല, എന്റെ പാചകം കണ്ടിട്ട് വാവു എന്നും പറഞ്ഞോണ്ട് ഈ മാനേജർ എന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. നിങ്ങളുടെ പേര് സെബാസ്റ്റ്യൻ എന്നല്ലേ? വാവു എന്നാണോ? എന്റെ ദൈവം, ഈ പറപ്പത്തലിച്ച് എന്നെ പറഞ്ഞേ വാവു എന്നല്ലെന്ന്, വാവ് എന്നും പറഞ്ഞോണ്ട് ഇടൂലേ? അങ്ങനെ പറഞ്ഞ എന്റെ പോക്കറ്റിലേക്ക് ഇട്ടാണ് ഈ ഫോൺ. അല്ലെ, പക്ഷെ എന്താ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പയ്യനെ കാണാൻ വന്നതാ. പയ്യനോ? ഇവിടെ പയ്യൻ ഇതായിരിക്കണ കൊച്ചുപ്രേമൻ പയ്യനെ. എന്നെ മനസ്സിലായില്ല. മനസ്സിലായില്ല? എത്ര പ്രാവശ്യം നിങ്ങളുടെ പ്രൊഡക്ഷനിലൊക്കെ ഞങ്ങൾ ഫുഡ് വിളമ്പി തന്നിട്ടുണ്ട്. എന്റെ പിന്നെ സിനിമയില് നിങ്ങളോ? ഞാൻ മാത്രമല്ല, എന്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനും ഉണ്ടായിരുന്നു? ഇപ്പഴല്ല, അച്ഛനൊക്കെ ബാലങ്കൻ നായർ, ജോസ് പ്രകാശ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ഒരാളെല്ലാം കണ്ടിട്ടില്ല. ഇല്ല. ഈ അച്ഛനായിരുന്നു ആദ്യം വന്നത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടോ ഞാൻ ഇതിനകത്തേക്ക് വന്നേ. ആ പ്രചോദനം ഈ അച്ഛനെ ഈ ജോസ് പ്രകാശിന്, ബാലങ്കൻ നായർ, ടി ജി രവിക്കൊക്കെ ഫുഡ് കൊടുത്തോണ്ടിരുന്നേ. ഇവര് പൊറോട്ടയൊക്കെ കൊണ്ടു നോക്കാൻ പാടില്ല. ഈ പൊറോട്ടനെ പിച്ച് ചീന്തി കട്ടിലേക്ക് ഒരൊറ്റ ഏറ, അല്ലല്ല പ്ലേറ്റിലേക്ക് ഒരൊറ്റ ഏറ. എന്നിട്ട് പെണ്ണുങ്ങളുടെ സാരി അഴിക്കണ പൊറോട്ടയുടെ കെട്ട് ഇങ്ങനെ അഴിച്ചിട്ടുണ്ടല്ലോ, സാമ്പാർ ഒഴിച്ചിട്ട് ഒരു തീറ്റയാ. അത് കണ്ടപ്പോ എനിക്കും പൊറോട്ടയുടെ ആ കെട്ടഴിക്കാനുള്ള അവസരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാ. എന്നാലും ഞാൻ എത്ര പ്രാവശ്യം ഫുഡ് തന്നു. പക്ഷെ എന്റെ കല്യാണം സംഭവിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ വന്നില്ല കേട്ടോ. കല്യാണം സംഭവിച്ചോ? അങ്ങനെ കല്യാണം നടന്നില്ലേ പറയുന്നത്? ആപത്തുകളൊക്കെ സംഭവിക്കുക എന്നല്ലേ പറയണേ. അതുകൊണ്ട് എന്റെ കല്യാണം സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ വന്നില്ല. അല്ല, ഓർക്കാത്തോണ്ടാ. ചോദിക്കട്ടെ, എങ്ങനെ ശരിക്കും ഈ മേഖലയിലേക്ക് തിരിഞ്ഞത്? തിരിയുമല്ലായിരുന്നല്ലോ, പിടിച്ച് തിരിക്കുമല്ലായിരുന്നു. അമ്മിണി നിങ്ങളുടെ ചീഫ് ഷെഫ് ആയിരിക്കും? ഷെഫല്ല, എന്റെ ഭാര്യ. ഭാര്യ എന്തിനാ ഇതിലേക്ക് തിരിച്ചേ? കല്യാണത്തിന് ആദ്യരാത്രിയിൽ ഞാൻ കട്ടിലിൽ ഇരിക്കുക. ആപ്പിൾ എടുത്ത ഒറ്റ ഇടി എന്റെ ചങ്ങത്ത് തന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള കംപ്ലീറ്റ് പണി എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയല്ലോ ഞാൻ അടുക്കളപ്പണി മൊത്തം ഞാൻ പഠിച്ചത്. വെരി ഗുഡ്. എന്തായാലും ഒരു തൊഴിലായില്ലോ. അതുകൊണ്ട് ഒരു തൊഴിലായി. നിങ്ങൾക്ക് ഈ തൊപ്പി അല്ലല്ലോ, പക്ഷെ ഇവർക്ക് വേറൊരു തൊപ്പിയല്ല, ഇങ്ങനെ മുകളിൽ കൊഴലായിട്ടിരിക്കുന്ന. ഞങ്ങൾ പാചകം ചെയ്യുമ്പോഴാണ് ആ സൈസ് തൊപ്പി ഉപയോഗിക്കാറ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഞങ്ങൾ ഈ ഭക്ഷണം പാചകം ചെയ്തുമ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ലെന്നേ. അപ്പോ ഈ ചിക്കനൊക്കെ വറക്കണ സമയത്ത് ഇതിന്റെ അകത്തൊരു കഷ്ണം എടുത്ത് തിന്നണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സൂപ്പർവൈസർ നോക്കി നിൽക്കണോണ്ട് നമുക്ക് പറ്റില്ല. ഈ പുള്ളി അങ്ങോട്ട് നോക്കണ സമയം ചിക്കന്റെ കാലത്ത് വെള്ളക്കര ഏറ് ഇത് ഇങ്ങനെ ഒരു പിടുത്തം, കുടലിലേക്ക് തൊപ്പിക്കാത്തിട്ട് ഞാൻ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ 5-8 കാലായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബാത്റൂമിന്റെ ബാക്കിൽ ഞാനൊക്കെ തിന്നു. ഈ തൊപ്പി വന്നതിന് ശേഷം അത് പറ്റുന്നില്ല. ഈ തൊപ്പി വെച്ചേക്കണ ചൂടൻ ചിക്കൻ വറുത്തല്ലേ എറിഞ്ഞത്, തല മൊത്തം പൊള്ളിയിരിക്കുക. അത് നാട്ടുകാർ കാണാതിരിക്കാനാണ് ഈ തൊപ്പി വെച്ചേക്കുന്നത്. അതെ ചേട്ടനെ, സേമിയ പായസം ഉണ്ടാക്കാൻ അറിയോ? സേമിയ പായസം ഉണ്ടാക്കാൻ അറിയാമെന്ന് ഇത്രയും വലിയ ഷെഫായി എന്നോടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അയ്യോ, അറിയാൻ പാടില്ലല്ലേ? ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ അറിയാണ്ട് ചോദിച്ചാ. അല്ല, അറിയാന്ന്. അതുണ്ടാക്കുന്നത് ഞാൻ ഒരു ചെറിയ വാവട്ടം കുറഞ്ഞ ഒരു പാത്രം എടുക്കുക, അത് അടപ്പത്ത് വെക്കുക. അതിനുശേഷം അതിനകത്ത് 1/2 പാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് ഈ സേമിയ പൂജാരി പൂ ഇടുന്ന പോലെ ഇങ്ങനെ മുറിച്ചങ്ങ് ഇടുക. പൂജാരി പൂടുന്ന ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാവട്ടം കുറവല്ലേ, പാത്രത്തിന്റെ പുറത്ത് പോകും. ഇങ്ങനെ ഇടുവാണെങ്കിൽ കറക്റ്റ് അതിനകത്ത്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുളിക്കണ ഒരു സോപ്പ് മുറിച്ച് 4 അതിനകത്തേക്ക് അങ്ങ് ഇടുക. സോപ്പോ? എന്റെ ചേട്ടൻ ഇതിനകത്ത് പാല്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുങ്കുമപ്പൂ ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളാണ് ഇടുന്നത്, സോപ്പല്ല. ടിവിയിലെ പരസ്യങ്ങളൊന്നും കാണാറില്ല. ഇപ്പൊ കുളിക്കണ സോപ്പിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അണ്ടിപ്പരിപ്പ്, ബദാം മിൽക്ക്, കുങ്കുമപ്പൂ, ഇതൊക്കെ ഇല്ലേ. പിന്നെ എന്തിനാ ഇത്രയും സാധനം കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സോപ്പം കിട്ടിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.
കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തായാലും ഗൾഫിലൊക്കെ ആയിരുന്നല്ലോ, അതെ. ചേട്ടൻ അറബിക്ക് അറിയോ? അറബിക്ക് എന്നെ അറിയാമെന്നോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ അറബിയുടെ കയ്യിലിരിക്കുന്ന പരുന്തിനെ കൊണ്ട് കണ്ണി കുത്തിക്കുമെന്ന് പറഞ്ഞത്. അതല്ല ചേട്ടാ, അറബിക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോന്ന്. അറബി എന്തിനാ ഫുഡ് ഉണ്ടാക്കണേ? വേലക്കാരനായി ഞാനിവിടെ നിൽക്കുമല്ലേ. പോട്ടെ അതൊക്കെ പോട്ടെ. ചൈനീസ് ഉണ്ടാക്കാൻ അറിയോ? ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? എന്റെ പൊന്ന്, ചൈനീസിന്റെ ഓന്തിരസം, പട്ടിയവിയില്, കാക്ക വറുത്തത്, ഏറ്റവും സൂപ്പർ ഉണ്ടല്ലോ മഞ്ഞച്ചേര മപ്പാസ. മഞ്ഞച്ചേര മപ്പാസോ? അതിന്റെ പ്രത്യേകത എന്താ? മഞ്ഞച്ചേരനെ ഇട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, നാദസ്വരം പിടിക്കാൻ പിടി പിടിച്ചിട്ട് വലിയ വലിച്ചാണല്ലോ, ഞങ്ങളുടെ വയലേക്ക് മഞ്ഞ വേണ്ടോ? മഞ്ഞച്ചേര മപ്പാസ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കാം. മഞ്ഞച്ചേരക്ക് മഞ്ഞൾ ചേരുവോ? മഞ്ഞൾ ചേരുവോ? മഞ്ഞൾ ചേരില്ല, ഇഷ്ടം പോലെ മഞ്ഞച്ചേരയില് മഞ്ഞളുണ്ടല്ലോ. ഓ, മഞ്ഞൾ ഓക്കെ. എന്തായാലും ഇവിടെ വരെ വന്നതാണല്ലോ, ഇത്രയും വലിയ ഗൾഫിലെ ഷെഫൊക്കെ ആണല്ലോ, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ടുവന്നിരുന്നെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ണടച്ചിട്ട് അത് കഴിക്കണം, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അതെന്താണെന്ന് എന്നോട് പറയണം. അത് കൊള്ളാം, ട്രൈ അല്ലേ? ഇല്ലെങ്കിൽ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കണ്ണടച്ചുകൊണ്ട് നിങ്ങളത് കഴിക്കണം. ശരി, കഴിച്ചിട്ട് എന്നാന്ന് പറയണം. ഓക്കെ. കണ്ണടച്ചിട്ട് എടുത്തോ. എന്നെ കയ്യിലിട്ട് മാന്തല്ലേ. കാര്യം ഞാൻ സുന്ദരനാണെങ്കിലും കാണാൻ കൊള്ളാത്ത കഴിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് കഴിക്കാവുള്ളൂ. നിങ്ങളെല്ലാരും കഴിക്കും. കണ്ണടക്ക്. പെട്ടെന്ന് കഴിച്ചോ. കണ്ണടച്ച് പിടിച്ച് കഴിക്കണം. കഴിച്ചോ. ഇനി കണ്ണ് തുറന്ന എല്ലാരും. സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടതിന്റെ സന്തോഷം മുഖത്തുണ്ട്. പറ, ഇനി അത് എന്ത് ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത്? എന്ത് ഫലമാണ്? മാങ്ങയുടെ അരിയാണ് എനിക്ക് തോന്നി, അല്ലേ? മാമ്പഴം ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, ഇത് മാവില് തന്നെ ഉണ്ടാവുന്നല്ലേ. അതാ ഞാൻ നിങ്ങൾക്ക് തന്നത്. അല്ല, എന്ത് പറ്റി മാങ്ങ കൊണ്ട് തരാൻ? അതെ, ഞാൻ അപ്പുറത്ത് നിന്നിപ്പോ ഒരു 3-4 മാങ്ങ കിട്ടിയായിരുന്നേ. ഞാനത് ഒരെണ്ണം കടിച്ചു. എന്റെ പുറകേസ്റ്റ് നോക്കിയപ്പോ കഴിഞ്ഞപ്പോഴേ വവ്വാല് കടിച്ചതായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് പറ്റിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾ തന്നതാ. ഷെഫേ, പാപ്പനി പനി പനി പാപ്പനി നി പനി പാപ്പനി പനി പനി നിപ്പ